അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നൗഷാദിന്റെ മൂച്ചിപ്പിരാന്തിന്, നൗഷാദിന്റെ അസൂയക്ക്, ആ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മൾ കേട്ടി. ഇപ്പൊ കഷണ്ടിക്കൊക്കെ ഏകദേശമൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അസൂയക്ക് അതിന് മരുന്ന് കണ്ടിട്ടില്ല എന്നുള്ളതിക്ക് ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ചെങ്ങായി. ഇവരെന്താ പറയണത് എന്നോ, തിരുവനന്തപുരത്ത് AP ഉസ്താദിന്റെ കേരള യാത്ര സമാപിച്ചു, അതിനാളില്ല. എന്നിട്ട് അത് താരതമ്യം ചെയ്യുന്ന എങ്ങട്ടാണ്? EK വിഭാഗം നടത്തിയ ആ 100ാം വാർഷിക സമ്മേളനത്തിലേക്ക് ഓന്റെ പോടുവോ? താരതമ്യം ചെയ്തത് തന്നെ തെറ്റല്ലേ? ഇനി എനിക്ക് താരതമ്യം ചെയ്യാ ഏത് AP വിഭാഗം നടത്തുന്ന ആ സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനം, അതിലേക്ക് വാചങ്ങായി. ഇതൊരു കേരള യാത്രന്റെ സമാപന, അതിനെന്നെ ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. മനസ്സിലായോ? ആര്? അനക്ക് മറുപടി ഞാൻ കല്ലായിനെ കൊണ്ടാണ് പറയിപ്പിച്ചത്. അബ്ദുറഹ്മാൻ കല്ലായിനെ കൊണ്ട് ഞാൻ അതിന് മറുപടി പറയിപ്പിച്ചു. ഓക്കെ, അതിന് മറുപടി കല്ലായി പറഞ്ഞു തരും എനിക്ക്. ആ കല്ലായിന്റെ തലച്ചോറെങ്കിലും എനിക്ക് ഉണ്ടെങ്കിൽ, കല്ലായി എന്ന് പറഞ്ഞത് ഒരിക്കലും AP കാരനല്ലല്ലോ. അദ്ദേഹം തന്നെ എന്താ പറയുന്നത്? ആദ്യം നൗഷാദ് പറഞ്ഞ ആ പൊട്ടത്തരം ഒന്ന് കേട്ടോളൂ. എത്രമാത്രം ഈ ചെങ്ങായിക്കൊക്കെ വൈരാഗ്യം ഉണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയിൽ നിന്ന് ഈ ചെങ്ങായിനെ പിടിച്ച് പുറത്തേക്ക് കിട്ടുമോ? കാരണം എന്ത് ചെയ്യാ, അന്നനെ കളവും വഞ്ചനയും നടത്തിയപ്പോ, കളവും വഞ്ചനയും നടത്തുന്ന ആളുകൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഒരു സ്ഥാനമില്ല എന്നുള്ളതിക്ക് ഏറ്റവും വലിയ തെളിവാ ചെങ്ങായി അന്നൊക്കെ പിടിച്ച് പുറത്തേക്ക് കിട്ടത്. കാരണം അന്റെയൊക്കെ കളവ് ഇപ്പതാ EK വിഭാഗത്തിന്റെ ആളുകൾ വരെ വിളിച്ചു പറയുന്നു. ഈ സംഘടനയിൽ നിൽക്കുമ്പോ തന്നെ അന്റെ തട്ടിപ്പും വെട്ടിപ്പും അവര് വിളിച്ചു പറയുന്നുണ്ട്. EK വിഭാഗത്തിന്റെ ആൾക്കാർ, ഓ അന്നെ എങ്ങനെ ഇനുട്ടോ, അതെന്നെ പുറത്തു പോകേണ്ടി വന്നെങ്ങായി ഇജു എന്റെ കോമാടനൊക്കെ. ഇപ്പൊ പറയണത് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം പറയണത് ഈ പടു പറയണോക്കി. നിങ്ങളെന്താ പറഞ്ഞ്? തിരുവനന്തപുരത്ത് ഒരു 4 കണ്ടിട്ടേ ഉള്ളൂ. എടാ ഹംകുൽ വടകൂസ് നൗഷാദേ, എടാ ചങ്ങായി, ഇജ് കാണേണ്ടത് കണ്ണ് തുറന്ന് കാണേ. ഇത് കേരള യാത്രന്റെ സമാപന, ഇത് 4 ഇങ്ങോട്ട് നോക്കട ചങ്ങായി, ഇത് 4 അത്ര കേരള യാത്രക്ക് സമാപനത്തിനെ. എടാ ഹംകുൽ വടകൂസ് കാണേണ്ടത്. കൂടുതൽ ആളൊന്നുമില്ല. കുണിയയിൽ ഒരുമിച്ച് കൂടിയതിന് പലിശ കൊടുക്കാൻ പോലില്ല. അതെങ്ങനെ ചങ്ങായി അങ്ങട്ട് താരതമ്യം ചെയ്യലേ? ഇനി AP വിഭാഗം സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനം നടത്തും, അങ്ങോട്ട് താരതമ്യം ചെയ്യണ്ടേ? ഇത് കേരള യാത്രന്റെ ഒരു സമാപനല്ലേ, അതിനെന്നല്ല ജനലക്ഷങ്ങളാ പങ്കെടുത്തത്. എന്നിട്ട് 4 ആൾക്കാര് നോക്കി നിങ്ങള്. ഓന്റെ പടുവോ, ഇതൊക്കെ വിശ്വസിച്ചാന് ആരെങ്കിലും മനുഷ്യന്മാരെ കിട്ടുമോ? അന്റെ ഒപ്പല്ല 4 കൈതകൾ കിട്ടും. ഈ കൈതകൾ കാരണം ഇന്റെ മേത്തേക്ക് എടുക്കണ്ട. ഇവൻ തന്നെ പറഞ്ഞത് എന്താ, ഞങ്ങളൊക്കെ കൈതകളാക്കണേ, ഞങ്ങളൊക്കെ കഴുതകളാണ്. അപ്പൊ അന്റെ ഒപ്പമുള്ളോളും കൈതകളാണെന്നുള്ളത് തർക്കമല്ലല്ലോ. അയച്ചു പറഞ്ഞിട്ടാട്ടോ പറയണത്. അപ്പൊ ഈ കഴുതകളല്ലാതെ മനുഷ്യന്മാരെ കിട്ടുമോ? ഞങ്ങൾ ഈ പറഞ്ഞത് വിശ്വസിച്ചാല് എന്നിട്ട് പറയുന്നത് കേട്ടോളി. സക്കാത്ത് കൊടുക്കാൻ തീരെയില്ല. അത് തന്നെ 4 ഫേനിട്ടിറക്കിയതാണ്. ഈ ജാതി എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. നോക്കി 4 തിരുവനന്തപുരത്തെ. എനക്ക് മറുപടി കല്ലായിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചുതരാം. കല്ലായി സാഹിബേ, ഒന്ന് പറഞ്ഞു കൊടുത്താണീ തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കേ, പെട്ടെന്ന് പറഞ്ഞു കൊടുക്കേ. ഈ പാടൂന് ഇന്നാലെങ്കിലും ഒന്ന് മനസ്സിലാകട്ടെ. കല്ലായി ഒരിക്കലും AP കാരനല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നു, ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ, 2 ജാഥ കഴിഞ്ഞു. അയാളെ ജാതി മോശമൊന്നല്ല, ഗംഭീര ജാതിയാണ് നടത്തിയത്. നമ്മൾ സമ്മതിക്കണം അല്ലേ? തിരുവനന്തപുരത്തേക്ക് എന്താ ജനക്കൂട്ടം, അസൂയ തോന്നും കണ്ടാൽ. തിരുവനന്തപുരത്തൊക്കെ എന്താ ജനക്കൂട്ടം, ഓന്റെ പാടുവോ? കല്ലായിന്റെ വിവരെങ്കിലും വേണ്ട എനിക്ക്. അസൂയ തോന്നിപ്പോകും, കാരണം ആ ജനക്കൂട്ടത്തെ കണ്ടിട്ട്. ഇത് കല്ലായി സാഹിബാ പറയണേ, മനസ്സിലായോ? അപ്പൊ ഈ കല്ലായിന്റെ ഒരു വിവരം കൂടി അനക്ക്, വിവരല്ലായിട്ടല്ല, അനക്കറിയാം അവിടെ നല്ല ആളൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ കിബർ ഉണ്ടല്ലോ, അന്നെ പിടിച്ച് പുറത്തേക്ക് ഇട്ടിക്കാണല്ലോ കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോ. അതുകൊണ്ടാ ഇതൊക്കെ പറയണതേ. ഓന്റെ പടുവോ, ഇതൊരു 1.5 പടുവായി പോയല്ലോ. എന്റെ നീളം വലുപ്പം ഒന്ന് ചുമരുമ വരച്ചോക്കെ അങ്ങായിയെ. ഒരു കറുത്ത കരിക്കാട്ടെടുക്കുക, എന്നിട്ട് നിവർന്ന് നിൽക്കുക, എന്നിട്ട് ഇജൊന്നാണ് വരച്ചോക്ക്, എന്നിട്ടൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക്. ഈ ജാതി നീളം വലുപ്പമുള്ള ഞാനാണല്ലോ ഈ പൊട്ടത്തരം പറയണത്. ഇജ് പറയണതൊക്കെ വിശ്വസിച്ചാൽ ആരെ കിട്ടിയ എന്റെ മുമ്പിലുള്ള കൈതകളെ മാത്രം കിട്ടുക. കല്ലായി സാഹിബ് വരെ പറയുന്നു, എന്താ ജനക്കൂട്ടം, അസൂയ തോണിപ്പോവും കണ്ടാലേ. കാര്യങ്ങൾ അവിടെ
മനസ്സിലായോ? എന്ത് എന്ത് ജാതി പൊട്ടനാ ചങ്ങായിച്ച്. دعوانا أن الحمد لله رب العالمين والصلاة والسلام على أجمعين أما بعد. ചൂടായിട്ട് നമുക്കൊക്കെ പാടെ അങ്ങോട്ടൊന്ന് പോവാണ്. പൊട്ട അടി